ജനാധിപത്യ സമൂഹത്തിലെ ജനങ്ങളുടെ ആധിപത്യം ജനങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ആശാപ്രവർത്തകരുടെ സമരയാത്രയെന്നും അടിസ്ഥാന തൊഴിലാളി വർഗത്തിൻ്റെ ആവശ്യങ്ങളോട് അവജ്ഞ കാണിക്കുകയാണ് സർക്കാരെന്നും രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു. ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരയാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ ഒന്നാം ദിവസ പര്യടനത്തിൻ്റെ സമാപനം മാവൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസഫ് സി മാത്യു. കടന്ന് പ്രബുദ്ധ കേരളത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയോടെ രാപകൽ സമരയാത്ര ജൂൺ 17-ന് ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരയാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ ഒന്നാം ദിവസ പര്യടനത്തിന് സമാപനമാണ് മാവൂരിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു ഉദ്ഘാടനം ചെയ്തത്. ജനാധിപത്യ സമൂഹത്തിലെ ജനങ്ങളുടെ ആധിപത്യം ജനങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ആശാപ്രവർത്തകരുടെ സമരയാത്രയെന്നും ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് മാത്രമല്ല തങ്ങളെ മനുഷ്യനായി കൂടെ കാണണമെന്നുള്ള ആവശ്യമാണെന്നും അടിസ്ഥാന തൊഴിലാളി വർഗത്തിൻ്റെ ആവശ്യങ്ങളോട് അവജ്ഞ കാണിക്കുകയാണ് സർക്കാരെന്നും ജോസഫ് സി മാത്യു പറഞ്ഞു. യാത്രാ ക്യാപ്റ്റൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദുവിനെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പൊന്നാടയണിയിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാക്ക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആയിഷ ചേലപ്പുറത്ത്, ബാബു പോൽക്കുന്നത്ത്, UDF കൺവീനർ രഞ്ജിത്ത്, മുസ്ലിം ലീഗ് നേതാവ് കെ ഉസ്മാൻ, കോൺഗ്രസ് നേതാവ് KM അപ്പുകുഞ്ഞൻ, RMPI നേതാവ് ചന്ദ്രാംഗതൻ, CMP ജില്ലാ സെക്രട്ടറി അഷ്റഫ് കായിക്കൽ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രമ്യ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമൂന കടുക്കാഞ്ചേരി, മാവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ K ഉണ്ണികൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ്, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം വിശ്വൻ, SUCI നേതാവ് PK തോമസ്, അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടനാ നേതാവ് ഷീല തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.